ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്ന വ്ളോഗ് എന്ന് പറഞ്ഞാൽ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ഒരു വീഡിയോ ആയിട്ടൊരു വ്ളോഗായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ എൻ്റെ സ്പെഷ്യലായിട്ടുള്ള എൻ്റെ റൂമിലെ ഒരു സ്പോട്ടാണിത്. എൻ്റെ റൂമിനുള്ളിൽ തന്നെ ഞാനൊന്ന് സെറ്റ് ചെയ്തേക്കുന്ന വിൻഡോയുടെ നിയർ ആയിട്ടൊന്ന് സെറ്റ് ചെയ്തേക്കുന്നതാണിത്. രാവിലെ തന്നെ ഞാൻ എന്നും ഞാൻ ഗ്രീൻ ടീ കുടിക്കാറുണ്ട്. എൻ്റെ വ്ളോഗ് കാണുന്നവർക്ക് അറിയാം, ഞാൻ ഗ്രീൻ ടീ കുടിക്കാറുണ്ട്. അപ്പോൾ വീക്കെൻഡിലാണ് ഇങ്ങനെ ഇരുന്ന് എനിക്ക് കുടിക്കാൻ സമയം കിട്ടാറ്, അല്ലെങ്കിൽ കമ്പനിയിൽ പോകണമല്ലോ. ഇതൊരു 11 o'clock ആയിട്ടുണ്ട്. ഞാൻ ലേറ്റായിട്ടാണ് എണീറ്റത്. അപ്പം ഞാൻ വിചാരിച്ചു ലൈറ്റായിട്ട് പ്രോട്ടീൻ എന്തെങ്കിലും കഴിച്ചാൽ മതി, ലഞ്ച് കഴിക്കാമെന്ന് ഓർത്ത്. പിന്നെ ഞാനൊരു ഗ്രീൻ ടീ കുടിച്ചിട്ട് ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ട് ബോയിൽഡ് എഗ്ഗാണ് കഴിക്കുന്നത്. ഒരു ബോയിൽഡ് എഗ്ഗും പിന്നെ പെപ്പറും സോൾട്ടും കൂടി ഇട്ടതാണ് കഴിക്കുന്നത്. ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നില്ലെന്ന് വെച്ചാൽ ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് ഇട്ടേക്കാം, അപ്പോൾ കോപ്പിറൈറ്റ് കിട്ടുമല്ലോ. എനിക്ക് മ്യൂസിക് ഇട്ടിട്ട് ഞാൻ എപ്പോഴും ഇരിക്കാറുള്ളൂ, ചില്ല് ചെയ്താണ് ഇരിക്കാറ്. അപ്പം ഞാൻ കഴിക്കട്ടെ, അടുത്ത ലഞ്ചായിട്ട് പിന്നെ കാണാം. അപ്പോൾ ഗൈസ്, ലഞ്ചിന് മുമ്പ് ഞാൻ പിന്നെ വന്നിരിക്കുകയാണ്. കാരണം ഇത് ഞാനൊരു ബുക്ക് വായിക്കുന്നുണ്ട്. അപ്പോൾ ആ ബുക്ക് വായിക്കുന്ന ശീലമുണ്ട്, നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വെള്ളം എന്തായാലും കുടിക്കണമല്ലോ. അപ്പോൾ എൻ്റെ ഒരു ടെക്നിക്ക് എന്ന് വെച്ചാൽ ഞാൻ രാവിലെ എണീക്കുമ്പോൾ തന്നെ വെള്ളത്തിൽ ചിയ ഇട്ട് വെക്കും. അപ്പോൾ എനിക്ക് വെള്ളം കുടിക്കണം എന്നൊക്കെ തോന്നുമ്പോൾ ഈ വെള്ളമാണ് ഞാൻ കുടിക്കുന്നത്. ഇത് എനിക്ക് തോന്നുന്നു വെയിറ്റ് ലോസിനൊക്കെ ഹെൽപ്ഫുള്ളാണ്. ഇപ്പോൾ വെയിറ്റ് ലോസൊക്കെ ചെയ്യുന്നുണ്ടവരാണെങ്കിൽ ഈ ചിയ ഇട്ട് ഇങ്ങനെ വെള്ളം കുടിക്കുകയാണെങ്കിൽ അത്യാവശ്യം ഹെൽപ്ഫുള്ളാണ്. നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ വെച്ച് കുറച്ച് ഫുഡും കൂടെ കൺട്രോൾ ചെയ്താൽ നല്ല ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ എനിക്ക് നെക്സ്റ്റ് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഹോബി, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള കാര്യമാണ് ഫ്രൂട്ട്സ് കഴിക്കാൻ. കാരണം ഞാൻ മുന്നത്തേന്ന് പറഞ്ഞാൽ ഒരുപാട് ഐസ്ക്രീംസ്, ഒരുപാട് ചോക്ലേറ്റ്സ് ഒക്കെ മധുരം, ഷുഗർ കണ്ടൻറ്റ്സ് ഒരുപാട് ഞാൻ കഴിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ ഒരുപാട് കൺട്രോൾ ചെയ്തു. എന്ന് പറഞ്ഞാൽ ഫുള്ളി കൺട്രോൾഡ് അല്ല, എങ്കിലും ഞാൻ മാക്സിമം കൺട്രോൾഡാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, അതിനൊക്കെ ആയിട്ട് എൻ്റെ ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിക്കും. ഇപ്പോൾ ഈ മാംഗോ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് സീസണും കൂടാതെ അത്രയ്ക്ക് ടേസ്റ്റാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീസണാണ് ഇത്, സത്യം പറഞ്ഞാൽ. കാരണം മാംഗോ, ജാക്ക് ഫ്രൂട്ട്, ചക്കപ്പഴം, മാങ്ങാപ്പഴം ഒക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞാൽ, അപ്പം മാംഗോ ആണ് ഇവിടെ കിട്ടുന്നത്. അപ്പം ഞാൻ കന്നഡയാണ് ആ ചേച്ചി വിൽക്കുന്ന ചേച്ചി. ആ ചേച്ചിയോട് എന്തൊക്കെയോ തമിഴിലൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് ചേച്ചി എനിക്ക് ഏറ്റവും മധുരമുള്ള നോക്കി തന്നെ എടുത്ത് തന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല മണം ഉണ്ടായിരുന്നു. എന്തൊരു പേര് ചേച്ചി പറഞ്ഞിരുന്നു. നല്ല മാംഗോസ് ആയിരുന്നു. അപ്പോൾ ഞാൻ മാംഗോസ് ഇരുന്ന് ആസ്വദിച്ച് കഴിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. അപ്പോൾ കഴിച്ചത് ഉച്ച നേരമായിട്ടുണ്ട്. ഇനി ചോറുണ്ണാം. നമുക്ക് ചോറുണ്ണാനായിട്ട് ഞാൻ പ്രോട്ടീനായിട്ട് നമ്മൾ ചെറുപയറുണ്ട്, അല്ലാതെ കാച്ചിമോര്, അച്ചാർ, സാലഡായിട്ട് കുക്കുംബർ കട്ട് ചെയ്തതുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കോമ്പാണ്. മാങ്ങാച്ചാറും കൂടെ വേണമായിരുന്നു, പക്ഷേ എൻ്റെ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇത് കൂട്ടി കഴിക്കാം. പപ്പടമൊക്കെ ഇട്ട് കഴിക്കണമാണ്, പിന്നെ പപ്പടം കൂട്ടരുതാത്തത് കൊണ്ട് ഞാൻ കൂട്ടുന്നില്ല. അതെല്ലാം കൂടി ഇട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഗൈസ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് എനിക്കിഷ്ടമാണ്. എനിക്ക് മറ്റുള്ളവരെ ആരും അറിയത്തില്ല, ഞാൻ തന്നെ എനിക്കുണ്ടാക്കിയ ഫുഡ് ഞാൻ ആസ്വദിച്ച് കഴിക്കും, അതെന്ത് ഫുഡാണേലും. പിന്നെ സാലഡ് എന്തെങ്കിലും വെജീസ് കട്ട് ചെയ്ത് കഴിക്കണം, അത് നമ്മുടെ മീൽസിൻ്റെ കൂടെ ഉൾപ്പെടുത്തണമെന്നാണ്. അപ്പം ഞാൻ സമാധാനമായിട്ടിരുന്ന് ഫുഡൊക്കെ കഴിക്കട്ടെ. ഫുഡ് കഴിക്കുമ്പോഴത്തേക്ക് മൂവിയൊക്കെ കാണാം. അപ്പം ഞാൻ കഴിക്കട്ടെ. ഓക്കെ ബൈ, നമുക്ക് പിന്നെ കാണാം. അപ്പോൾ ഇത്ര നേരത്തെ എൻ്റെ ജേണിയിൽ നിങ്ങൾ ഇത്ര നേരം കണ്ടതും അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകളൊക്കെയാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു അൺഹെൽത്തി ഫുഡ് കഴിക്കണമല്ലോ എന്നോർത്തിട്ട്, അങ്ങനെയല്ല ഗൈസ്, ഞാൻ കുറേ ദിവസമായി ലേസ് കഴിച്ചിട്ട്. കുറേ ദിവസം പറഞ്ഞാൽ ഒരു 2 month ആയി കാണും, മേ ബി ആയി കാണും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ലേസ് കഴിക്കാം. ഞാൻ ഇന്ന് കേട് മേടിക്കാൻ പോയപ്പോഴത്തേക്ക് ലേസ് വാങ്ങിച്ചായിരുന്നു. അപ്പോൾ എന്നാൽ അത് കൂടെ കഴിക്കാമെന്ന് വെച്ചു. കാരണം ഞാൻ നെറ്റ്ഫ്ലിക്സിൽ സീരീസ് കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അതും കൂട്ടി കഴിച്ച് ഇരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനത് കഴിക്കട്ടെ. ഞാൻ മുഖം കാണിക്കാത്തത് ഉറങ്ങിയിരിക്കുന്നൊരു കോലമായതുകൊണ്ടാണ്. പിന്നെ കാണാം. അപ്പോൾ കഴിച്ചൊരു 1/2 hour വർക്കൗട്ടായി. നമ്മളൊരു പഴം കഴിക്കുന്നുണ്ട്. പഴം കഴിച്ചിട്ടാണ് വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ വർക്കൗട്ടെല്ലാം കഴിഞ്ഞിട്ട് നല്ലതായിട്ട് ഞാൻ ഫ്രഷ് ആയിട്ട് ജസ്റ്റ് എനിക്ക് വിശക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ഞാൻ സാലഡാണ് ഉണ്ടാക്കിയത്. കുറച്ച് 2-3 വെജീസും പിന്നെ ആ മാംഗോയും ബനാനയും പിന്നെ കുറച്ച് ഒരു ഡ്രൈ ഫ്രൂട്ടും എല്ലാം കൂടി ഇട്ടിട്ട് ഒരു സോസും കൂടി ഇട്ടിട്ട് കുറച്ചൊരു സാലഡായിട്ടാണ് കഴിക്കുന്നത്. കുഴപ്പമില്ല, അത് എനിക്കധികം വിശക്കുന്നില്ലായിരുന്നു. പിന്നെ ആ ബാക്കി ഇരുന്ന ചിയാ സീഡുണ്ട്. ഞാൻ ചിയാ സീഡ് ആ വെള്ളം കുടിച്ചു. ഇപ്പോൾ ഒരു അറൗണ്ട് 2 liter ഞാൻ വാട്ടർ ഇന്ന് കുടിച്ചിട്ടുണ്ട്. എനിക്ക് അത്രേ കുടിക്കാൻ പറ്റിയിട്ടുള്ളൂ എനിക്ക്. അങ്ങനെ എൻ്റെ ഇന്നത്തെ ഒരു ഡേയിൽ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലവ് യു ഓൾ, സബ്സ്ക്രൈബ് മൈ ചാനൽ. ബൈ, സീ യു നെക്സ്റ്റ് വ്ളോഗ്.